സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യ രാധികയെ തിരിച്ചറിഞ്ഞിരിക്കുവാണ്. മാത്രമല്ല, അമ്മ മാത്രമേ മകളെ തിരിച്ചറിഞ്ഞിട്ടുള്ളെന്നും മകൾക്കിപ്പോഴും അമ്മയെ തിരിച്ചറിയില്ല എന്നും ഐശ്വര്യ മനസ്സിലാക്കിയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ശ്യാമക്കും രാധികയ്ക്കും ഇടയിൽ നിന്ന് കളിക്കാൻ തീരുമാനിക്കുവാണ് കേട്ടോ ഐശ്വര്യ. പ്രൊമോയിൽ കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം ഐശ്വര്യയും സോണിയയും കൂടി ആ ഒരു ക്ഷേത്രത്തിലെത്തുവാണ്. അങ്ങനെ അവർ രാധിക കേൾക്കാൻ വേണ്ടി രാധികയുടെ കുറച്ച് അരികിലായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം കരഞ്ഞുകൊണ്ട് ഐശ്വര്യ പറയണേ, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ്. ഞാനൊന്ന് കൂതി തീരെ കാണുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മോളുടെ പിറന്നാൾ. ഈ സമയം അവരുടെ സംസാരമൊക്കെ രാധിക അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സംസാരമെല്ലാം കേട്ട് രാധിക ആകെ വല്ലാണ്ടാകുവാണ്. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലിരിക്കുന്ന രാധിക ഐശ്വര്യ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന ശ്യാമ കരഞ്ഞു തളർന്നിരിക്കുന്ന രാധികയെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്യാമയും കാര്യം എന്താണെന്നറിയാതെ വല്ലാതെ ടെൻഷനാകുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.